ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ ആദ്യത്തെ പാഠം, ഫസ്റ്റത്തെ പാഠം എൻ്റെ കേരളം. എൻ്റെ കേരളം എന്നുള്ള പാഠത്തിന്റെ ക്ലാസ്സുകൾ എല്ലാ കൂട്ടുകാരും കണ്ടു കാണുമല്ലോ. നമ്മൾ 3 ക്ലാസ്സുകളായിട്ടാണ് എൻ്റെ കേരളം എന്ന പാഠത്തിന്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അവ ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. എല്ലാ ക്ലാസ്സിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എൻ്റെ കേരളം എന്ന പാഠത്തിന്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ്. നമ്മൾ ഫുൾ ചാപ്റ്റർ ആണ് റിവിഷൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് യൂണിറ്റ് ടെസ്റ്റ് ആണ്. ഓരോ പ്രവർത്തനത്തിന്റെ മാർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാ ചോദ്യത്തിന്റെ ഉത്തരങ്ങളും എഴുതാൻ നോക്കുക. ഏതെങ്കിലും ഉത്തരങ്ങൾ അറിയാത്തതായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പഠിച്ചതിന് ശേഷം ആൻസർ ചെയ്യുക. അപ്പൊ ഇതാണ് പ്രവർത്തനം 1. ഫസ്റ്റത്തെ പ്രവർത്തനം. എന്താ എഴുതാൻ പറയുന്നത്? സുന്ദരമായ ഒരു ഗ്രാമത്തിന്റെ ചിത്രം വരച്ച് ഒരു കുറിപ്പ് എഴുതുക. എൻ്റെ ഗ്രാമം എന്നാണ് തലക്കെട്ട്. ഇവിടെ എന്ത് ചെയ്യാ, ചിത്രം വരയ്ക്കാനുള്ള സ്ഥലമുണ്ട്. എന്തിനെ കുറിച്ച് ചിത്രം വരയ്ക്കേണ്ടത്? ഗ്രാമത്തിന്റെ ചിത്രമാണ് വരയ്ക്കേണ്ടത്. ആ ഗ്രാമത്തിനെ കുറിച്ച് ഒരു കുറിപ്പും എഴുതണം. ഓക്കെ, ഒരു സുന്ദരമായ ഒരു ഗ്രാമത്തിന്റെ, അതായത് നിങ്ങളുടെ എൻ്റെ ഗ്രാമം എന്നാണ് കേട്ടോ നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. തലക്കെട്ട് എൻ്റെ ഗ്രാമമാണ്. അപ്പൊ ഗ്രാമത്തിന്റെ ചിത്രം വരയ്ക്കുക, ഗ്രാമത്തെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. 5 മാർക്കാണ് ഈ ചോദ്യത്തിന്. ഓക്കെ, അടുത്ത പ്രവർത്തനം, 2ാമത്തെ പ്രവർത്തനം. ഗ്രാമത്തിലെ കാഴ്ചകൾ എന്തെല്ലാം? നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ എൻ്റെ കേരളം എന്ന പാഠത്തിൽ. നമ്മൾ ഗ്രാമത്തിലെയും, അതായത് ഗ്രാമം പറഞ്ഞ നാട്ടിൻപുറത്തെ കാഴ്ചകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഗ്രാമത്തിലത്തെ അതേപോലെ പട്ടണത്തിലത്തെ കാഴ്ചകളൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ? ഗ്രാമത്തിലെ കാഴ്ചകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് വേർഡ്സ് ആയിട്ട്, ഓരോ വേർഡ്സ് ആയിട്ടാണ് ഓരോ വാക്കുകളായിട്ടാണ് എഴുതേണ്ടത്. പുഴ, തോട് 2 എണ്ണം തന്നിട്ടുണ്ട്. ബാക്കി 5 വാക്കുകളാണ് എഴുതേണ്ടത്. ബാക്കി ഗ്രാമത്തിൽ കാണുന്ന ഏതെങ്കിലും 5 കാഴ്ചകൾ എഴുതുക. 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. 3ാമത്തെ പ്രവർത്തനം, വാക്യങ്ങൾ എഴുതാം. വാക്യങ്ങളാണ് എഴുതേണ്ടത്. വാക്യം വെച്ചാൽ എന്താ, സെന്റൻസ്. ഓക്കെ, ഇപ്പൊ ഇവിടെ പുഴ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഉദാഹരണം ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കി 4 എണ്ണത്തിന്റെ വാക്യങ്ങളാണ് എഴുതേണ്ടത്. പുഴ വെച്ചിട്ട് നമ്മൾ എന്ത് വാക്യം എഴുതി? നിറഞ്ഞൊഴുകുന്ന പുഴ. അത് തെങ്ങ്, കൊക്കുകൾ, പൂക്കൾ, തോണി. ഇത് വെച്ചുള്ള വാക്യങ്ങൾ എഴുതുക. 4 മാർക്കിന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനങ്ങളുമായിട്ട് അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്, അതുപോലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിന്റെ വീഡിയോകൾ എടുത്ത് കാണുക. എൻ്റെ കേരളത്തിന്റെ ഫുൾ ചാപ്റ്ററിന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാത്തിനും ഉത്തരങ്ങളും ഉണ്ട്, എല്ലാ പ്രവർത്തനത്തിനും ഉത്തരവുണ്ട്. അപ്പൊ തെങ്ങും, കൊക്കുകൾ, പൂക്കൾ, തോണി ഇത് വെച്ചുള്ള വാക്യങ്ങൾ എഴുതുന്നതാണ് പ്രവർത്തനം 3. 4 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് പദസൂര്യൻ പൂർത്തിയാക്കുക. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അല്ലെ. പദസൂര്യൻ, എൻ്റെ നാടിനെ കുറിച്ചുള്ള പദസൂര്യൻ എല്ലാ കൂട്ടുകാർക്കും അറിയാലോ. എൻ്റെ നാടിന്റെ പദസൂര്യൻ, മല, പുഴ എന്നുള്ള 2 ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 5 വാക്കുകളാണ്, എൻ്റെ നാടുമായി ബന്ധപ്പെട്ട 5 വാക്കുകളാണ് ഇവിടെ എഴുതേണ്ടത്. പദസൂര്യൻ പൂർത്തിയാക്കുക. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് പ്രവർത്തനം 5, വരച്ചു യോജിപ്പിക്കുക. നമ്മൾ എൻ്റെ നാട് എന്നുള്ള എൻ്റെ കേരളം അല്ലെ, എൻ്റെ കേരളം എന്ന നമ്മുടെ ആ തുടക്കത്തിലുള്ള കവിതയിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കവിതയിലുള്ള വാക്കുകൾ തന്നെയാണ്, കവിതയിലെ വരികൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് വരച്ച് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പാടും, പീൽ നിവർത്തിയാടുന്ന, മോടികൂടും, തുള്ളിക്കളിക്കുന്ന. അതിനെന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുക. ഇവിടെ മലരണിക്കാട്, കടൽ, പുഴകൾ, തെങ്ങിൻതോപ്പ്. 4 മാർക്കിന്റെ ചോദ്യമാണ്. പ്രവർത്തനം 6. 6ാമത്തെ പ്രവർത്തനം, പുഴയെ കുറിച്ച് എഴുതിയത് വായിക്കൂ. ഇതുപോലെ കാടിനെ കുറിച്ച് എഴുതൂ. ഇവിടെ പുഴയെ കുറിച്ചിട്ട് 3 വാക്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ. പുഴയെ കുറിച്ച് എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? കളകളം പാടി ഒഴുകുന്ന പുഴ, ചിന്നിച്ചിതറി ഒഴുകുന്ന പുഴ, തട്ടിത്തടഞ്ഞൊഴുകുന്ന പുഴ. ഇതുപോലെ കാടുമായി ബന്ധപ്പെട്ട 3 വാക്യങ്ങൾ എഴുതണം കാടിനെ കുറിച്ചിട്ട്. ഓക്കെ, ഇവിടെ ഒന്ന് നമ്മൾ ഉദാഹരണം തന്നിട്ടുണ്ട്, ധാരാളം മൃഗങ്ങളുള്ള കാട്. അതുപോലെയുള്ള 3 എന്ത് എഴുതണം? 3 വാക്യങ്ങളാണ്, കാടിനെ കുറിച്ചാണ് എഴുതേണ്ടത്. 3 മാർക്കിന്റെ ചോദ്യമാണ്. പ്രവർത്തനം 7, പകരം പദങ്ങൾ എഴുതാം. ഈ പദങ്ങളെല്ലാം തന്നെ നമ്മുടെ എൻ്റെ കേരളത്തിലെ നമ്മുടെ കവിതയിലുള്ള പദങ്ങൾ തന്നെയാണ്. അതിന്റെ പകരം പദങ്ങൾ എന്ന് വെച്ചാൽ അതിന് പകരം മറ്റു പേര് എന്തൊക്കെയാണ്? ഇവിടെ തെങ്ങ്, കാട്, പൂവ്, പാടം, ചന്തം. ഇതാണ് ചോദ്യങ്ങൾ. അതിൽ ഉത്തരങ്ങൾ ഇവിടെ നമ്മൾ ചുവപ്പ് കളർ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരിയായ ഉത്തരമാണ് എടുത്ത് എഴുതേണ്ടത്. അപ്പൊ ഉത്തരം അതേ ഓർഡറിലല്ല തന്നിരിക്കുന്നത്. തെങ്ങ്, കാട്, പൂവ്, പാടം, ചന്തം ഇതാണ് ചോദ്യങ്ങളും. ഉത്തരം എന്തൊക്കെയാ? മലർ, വനം, വയൽ, ഖേരം, മോടി. ഇതിൽ ശരിയായ ഉത്തരങ്ങൾ എന്ത് ചെയ്യുക? എടുത്തെഴുതുക. 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ, പകരം പദങ്ങള്. അടുത്തത് പ്രവർത്തനം 8, വിട്ടുപോയ അക്ഷരങ്ങൾ പൂരിപ്പിക്കുക. ഈ വാക്കുകൾ, ഇതിൽ കുറച്ച് വാക്കുകളാണ്, ഒരു 6 വാക്കുകളാണ് തന്നിരിക്കുന്നത്. ഈ 6 വാക്കുകളിലും ഒരു അക്ഷരങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അല്ലെ. അക്ഷരങ്ങൾ വിട്ടുപോയിരിക്കുന്നത് കാണുന്നില്ലേ? ആ വിട്ടുപോയ അക്ഷരങ്ങൾ പൂരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഈ വാക്കുകളെല്ലാം തന്നെ നമ്മുടെ എൻ്റെ കേരളം എന്നുള്ള നമ്മുടെ കവിതയിലെ വാക്കുകളാണ്.
എന്ത് ചെയ്യണം? ഇവിടെ വിട്ടുപോയ അക്ഷരങ്ങള് പൂരിപ്പിക്കുക. പ്രവർത്തനം 8 10 മാർക്കിന്റെ ചോദ്യമാണ്. പ്രവർത്തനം 9 ക്രമത്തിൽ എഴുതുക. ഇവിടെ 4 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 4 വാക്യങ്ങൾ എന്ത് ചെയ്യുക? ക്രമത്തിൽ എഴുതി വെച്ച് കറക്റ്റ് ആദ്യം നടന്നത് ആദ്യം, രണ്ടാമത് നടന്നത് രണ്ടാമത് എന്ന ഓർഡറിലാണ് എഴുതേണ്ടത്. എന്താ എഴുതിയിരിക്കുന്നത്? നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി, മുത്തശ്ശിക്ക് സന്തോഷമായി, യാത്രയ്ക്ക് തയ്യാറായി, ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു. അത് നമ്മുടെ പാഠം നന്നായി പഠിച്ച കുട്ടികൾക്ക്, എല്ലാ കൂട്ടുകാർക്കും ഇതിന്റെ ഉത്തരം വേഗം മനസ്സിലാവും അല്ലേ? വേഗം ഇതിന്റെ ഉത്തരം മനസ്സിലാവില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഓർഡറിൽ എന്ത് ചെയ്യണം? ആദ്യം നടന്നത് ആദ്യം എന്ന രീതിയിൽ ക്രമത്തിൽ എഴുതണം. 4 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് 10ാമത്തെ പ്രവർത്തനം വിശേഷണങ്ങൾ ചേർത്തെഴുതാം. ഇവിടെ നോക്കിക്കേ, റോഡിന്റെ വിശേഷണമാണ്. റോഡിന് നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്? വീതിയേറിയ റോഡ്. അപ്പൊ റോഡിന്റെ വിശേഷണമാണ് വീതിയേറിയ. അതേപോലെ പുഴ, തോട്, പാടങ്ങൾ, കെട്ടിടങ്ങൾ, മുറ്റം, മലനിരകൾ, ഈ വാക്കുകൾക്കും വിശേഷണം ചേർത്തിട്ട് എഴുതണം. അതാണ് പ്രവർത്തനം 10. 6 മാർക്കിന്റെ ചോദ്യമാണ്. ഓരോ ശരി ഉത്തരത്തിനും ഓരോ മാർക്ക്, 6 മാർക്കാണ്. അടുത്തത് പ്രവർത്തനം 11 എന്തെല്ലാം കാഴ്ചകൾ. അപ്പൊ നമ്മുടെ അഭിനന്ദൻ നന്ദനയും പട്ടണത്തിൽ നിന്ന് നാട്ടിൻപുറത്ത് എത്തുമ്പോൾ കുറെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് അല്ലെ? പട്ടണത്തിലെ കാഴ്ചകളും കാണുന്നുണ്ട്, അതുപോലെ നാട്ടിൻപുറത്തെ കാഴ്ചകളും കാണുന്നുണ്ട്. അപ്പൊ പട്ടണത്തിൽ എന്തൊക്കെ കാഴ്ചകൾ കണ്ടു, നാട്ടിൻപുറത്ത് എന്തൊക്കെ കാഴ്ചകൾ കണ്ടു എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ പട്ടണം എന്നുള്ള ഈ ടേബിളിൽ, ഈ കോളത്തിനകത്ത് പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ എഴുതുക. നമ്മളൊരു ഉദാഹരണം തന്നിട്ടുണ്ട്. പട്ടണത്തിലെ കൂറ്റൻ കെട്ടിടങ്ങളും നാട്ടിൻപുറത്തെ ചെമ്മൺ പാത. അപ്പൊ അതേപോലെ പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ ഒരു 4 എണ്ണവും, അതേപോലെ നാട്ടിൻപുറത്തെ കാഴ്ചകളും എഴുതുക. 8 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് പ്രവർത്തനം 12 കളികൾ എത്ര കളികൾ. നിങ്ങൾക്ക് അറിയാവുന്ന കളികളുടെ പേരെഴുതുക. അപ്പൊ നമുക്ക് അറിയുന്ന ഒരുപാട് കളികൾ ഉണ്ടാവില്ലേ? ഒത്തിരി കളികളുടെ പേരുകൾ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ ഏതെങ്കിലും കുറച്ച് നിങ്ങൾക്ക് അറിയുന്ന കളികളുടെ പേര് എഴുതുക. അതാണ് പ്രവർത്തനം 12. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് പ്രവർത്തനം 13 തരംതിരിക്കാം. അപ്പൊ നമ്മള് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടില്ല, കുറച്ച് കളികളെ എക്സാമ്പിൾ കൊടുത്തിട്ട് അങ്ങനെയല്ല തന്നിരിക്കുന്നത്. പകരം നമ്മളിവിടെ ഫില്ല് ചെയ്യുക, അതായത് പൂരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ചോദ്യം. ഉപകരണങ്ങൾ വേണ്ട കളികളും ഉപകരണങ്ങൾ വേണ്ടാത്ത കളികൾ, ഇത് നിങ്ങൾ നമ്മുടെ പാഠത്തിൽ തന്നെ പഠിക്കുന്നതാണ് അല്ലെ? ഉപകരണങ്ങൾ വേണ്ട കളികൾ എന്തൊക്കെയാ, ഉപകരണങ്ങൾ വേണ്ടാത്ത കളികൾ എന്തൊക്കെയാന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? ഇതിനും എന്ത് ചെയ്യും? ഒരു ഉപകരണങ്ങൾ വേണ്ട കളികൾ ഈ കോളത്തിൽ എഴുതണം, ഉപകരണങ്ങൾ വേണ്ടാത്ത കളികളാണ് ഇവിടെ എഴുതേണ്ടത്. 6 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് പ്രവർത്തനം 14 നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കളിയെക്കുറിച്ച് കുറിപ്പെഴുതുക. അപ്പൊ കുറിപ്പെഴുതാനൊക്കെ നമ്മൾ എക്സാമിന് ചോദിക്കാറുണ്ട്, മലയാള എക്സാമിനൊക്കെ ചോദിക്കും. കുറിപ്പെഴുതാനൊക്കെ എല്ലാ കൂട്ടർക്കും അറിയാലോ. ഇവിടെ എന്തിനെ കുറിച്ചാണ് കുറിപ്പെഴുതേണ്ടത്? കളിയെ കുറിച്ചിട്ട് അല്ലെ? നിങ്ങൾക്ക് അറിയാവുന്ന, അല്ല ഇങ്ങനെയും ചോദിക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കളിയെ കുറിച്ചിന് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയെ കുറിച്ച് കുറിപ്പെഴുതുക, അങ്ങനെയും ചോദ്യം വരാം. അപ്പൊ എന്ത് ചെയ്യാ? നമുക്ക് അറിയുന്ന ഒരു കളിയെ കുറിച്ച് എഴുതാൻ നോക്കുക, അല്ലാതെ അറിയാത്തൊരു കളിയെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാതെ അറിയുന്ന ഏതെങ്കിലും ഒരു കളിയെ കുറിച്ചിട്ട് വേണം എഴുതണമെങ്കിൽ. അപ്പൊ ആദ്യം നിങ്ങൾ എഴുതുന്ന കളി, ഏത് കളിയെ കുറിച്ചാണോ നിങ്ങൾ കുറിപ്പെഴുതുന്നത് ആ കളിയുടെ പേര് ഇവിടെ കൊടുക്കണം. അതാണ് നമ്മൾ ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് ആ തലക്കെട്ട് കൊടുത്തിട്ട് അതിന് ശേഷമാണ് ആ കളിയെ കുറിച്ചിട്ട് എഴുതേണ്ടത്. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് പ്രവർത്തനം 15 എത്ര പേർ. 2 പേർ മാത്രം കളിക്കുന്ന കളികൾ, സംഘം ചേർന്ന് കളിക്കുന്ന കളികൾ. ഇതെല്ലാം കൂട്ടർക്ക് ഇതിന് ഉത്തരം അറിയാലോ അല്ലെ? കളികൾ 2 പേർ മാത്രം കളിക്കുന്ന കളികൾ ഏതൊക്കെയാന്ന് എല്ലാവർക്കും അറിയാലോ. അതേപോലെ സംഘം ചേർന്ന് ഗ്രൂപ്പായിട്ട് കളിക്കുന്ന കളികളാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, 6 മാർക്കിന്റെ ചോദ്യമാണ്. പ്രവർത്തനം 16 എനിക്കറിയാം. അപ്പൊ എല്ലാ കൂട്ടർക്കും അറിയാമെന്ന് കരുതുന്നു. പൊതു ഇടങ്ങളും പൊതു ഇടങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്, പൊതുസ്ഥാപനങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഇപ്പോഴും പൊതു ഇടങ്ങളും പൊതുസ്ഥാപനങ്ങളും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാം. പൊതു ഇടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മൾ കുളമൊക്കെ നമുക്ക് എഴുതാം അല്ലെ? കുളം, പാർക്കൊക്കെ പൊതു ഇടമാണ്. അപ്പൊ പൊതുസ്ഥാപനം പറഞ്ഞാൽ എന്താ? ബാങ്ക്, സ്കൂള്, ആശുപത്രി, ഇതെല്ലാം പൊതുസ്ഥാപനങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന പൊതു ഇടങ്ങളും അതുപോലെ പൊതുസ്ഥാപനങ്ങളുമാണ് ഇവിടെ എഴുതേണ്ടത്. 8 മാർക്കിന്റെ ചോദ്യമാണ്. അങ്ങനെ നമ്മുടെ അവസാനത്തെ പ്രവർത്തനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 17ാമത്തെ പ്രവർത്തനമാണ്. നമ്മുടെ ഫുൾ ചാപ്റ്റർ ആണ്, നമ്മുടെ എൻ്റെ കേരളത്തിലെ ഫുൾ ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ റിവൈസ് ചെയ്തത്. നമ്മുടെ ലാസ്റ്റത്തെ പ്രവർത്തനമാണ് അറിയിപ്പ് ബോർഡ് തയ്യാറാക്കാം. എല്ലാ കൂട്ടുകാർക്കും അറിയിപ്പ് ബോർഡൊക്കെ തയ്യാറാക്കാൻ അറിയാലോ. ചോദ്യം ആശുപത്രിന്റെ ഒരു അറിയിപ്പ് ബോർഡും, അതായത് ആശുപത്രിയിൽ വെക്കുന്ന ഒരു അറിയിപ്പ് ബോർഡും ലൈബ്രറിയിൽ വെക്കുന്ന, ഇത് ലൈബ്രറി ആണ് കേട്ടോ, അപ്പൊ നമ്മുടെ ലൈബ്രറിയിൽ വെക്കുന്ന അറിയിപ്പ് ബോർഡുമാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ 2 അറിയിപ്പ് ബോർഡാണ് ഇവിടെ എഴുതേണ്ടത്. 5 മാർക്കിന്റെ ചോദ്യമാണ്. നമ്മുടെ ലാസ്റ്റ് പ്രവർത്തനമാണ് 17. നമുക്ക് ടോട്ടൽ 17 പ്രവർത്തനങ്ങളാണ്
നമ്മുടെ ആദ്യത്തെ പാഠത്തിലെ യൂണിറ്റ് ടെസ്റ്റിലുള്ളത് നമ്മുടെ ഫുൾ ചാപ്റ്റർ റിവൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടർക്കും ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്ത് നോക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്